ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നെ കരീം സാഹിബ് എന്തായാലും അനിരുദ്ധൻ്റെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ കൈക്കലാക്കാട്ടോ. അനിരുദ്ധനെ എല്ലാവരും കൂടി തല്ലി ചതയ്ക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും അനിരുദ്ധന് അങ്ങനെ ഒരു പണി കൊടുക്കണം, അത് നിർബന്ധമുള്ള കാര്യം തന്നെയായിരുന്നു. അയാളുടെ അഹങ്കാരത്തിന് അത് തന്നെ വേണം. അതിനുശേഷം തന്നെ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ദേവിജിയോട്. കരീം സാഹിബ് പറയുന്നുണ്ട്, ഡിസൈൻ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്, ഇത് ഒരു നാടകം നടത്തിയിരിക്കുകയാണ് മഹിബാലിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട്, അല്ലാതെ ഒന്നുമല്ല. മഹിബാൽ ഇപ്പോൾ സ്റ്റേഷനിലാണ്, അവനെ ഇറക്കിക്കൊണ്ട് വരാം. ഡിസൈൻ ഞാൻ എപ്പോഴാണ് അലികയിൽ എത്തിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ താൻ ഇപ്പം തന്നെ വായോ എന്ന് പറയുന്നു കേട്ടോ. തീർച്ചയായും ദേവ്ജിക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഈ കരീം സാഹിബ് കേൾക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ ഡിസൈൻ എല്ലാവരും അപ്രൂവലായിട്ടോ. അങ്ങനെ ആ ഡിസൈൻ അയച്ചു കഴിഞ്ഞു. അതിനുശേഷം തന്നെ നമ്മുടെ സുജുവിനോട് വന്നിട്ട് സാഗർ പറയുന്നുണ്ട്, സുജു കൺമണി തകർത്തു, അടിപൊളി ഡിസൈൻ, ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം നമ്മുടെ കമ്പനിക്ക്, അവളൊരു അസറ്റാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അവളുടെ ഡിസൈൻ എന്ന് പറയുന്നു. അങ്ങനെ അത് കേൾക്കുമ്പോൾ സുജുവിന് സന്തോഷം വരുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ് കാണിക്കുന്നത് കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി വഴക്കുണ്ടാക്കുകയാണ് വരുണിനോട്. മാത്രമല്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാനായിട്ട് പറയുന്നു, പക്ഷെ വരുണ് ഇറങ്ങി പോകുന്നില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് അരുണിനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കൺമണിയുടെ അച്ഛനൊരു നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് എല്ലാം കൂടി താങ്ങാൻ സാധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്ന ഭാഗ്യശ്രീയാണ്. ഭാഗ്യശ്രീ ആണെങ്കിൽ എങ്ങനെയോ രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്ത് ഒന്തി തള്ളിയിട്ടിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഭാഗ്യശ്രീ രാമനെ പുറത്തിറക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാമത് കൊണ്ട് തന്നെ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗർ ഉറക്കത്തിൽ നിന്ന് എന്തോ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ബലരാമൻ തൻ്റെ മകനാണെന്നുള്ള രീതിയിലൊക്കെ മനസ്സ് പറയുന്നു എന്ന രീതിയിലാട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനെ കൺമണിയാണ്. ഈ ഒരു ഡിസൈൻ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നറിഞ്ഞതോടു കൂടി തന്നെ സന്തോഷത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ കൺമണി. അങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ കൃഷ്ണും കൺമണിയും കൂടി അവിടെ ആസ്വദിക്കാട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി സാഗർ സാർ ഇനി തടസ്സമായിട്ട് നിൽക്കില്ല. എന്തായാലും അവരുടെ കല്യാണം അവർ വന്ന ഉടനെ തന്നെ നടത്തും എന്ന രീതിയിൽ തന്നെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ദേവിജി പറയുന്നുണ്ട്, സാഗറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് സാഗർ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതറിയുന്ന കൃഷ്ണൻ കൺമണി സന്തോഷിക്കുന്നു. സാറ് എന്നെ എവിടെ വിളിച്ചാലും ഞാൻ അങ്ങോട്ട് വരും, കൃഷ്ണ സാറിനോട് പറയാട്ടോ, സാറില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സന്തോഷപരമായിട്ടുള്ളൊരു നിമിഷമായിട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്തായാലും കൺമണിയും കൃഷും ഒന്നാവാനായിട്ട് പോവാട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രൊമോ കഴിഞ്ഞ എപ്പിസോഡ്. വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.